ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നേഹ ഫുഡ് സ്റ്റോറീസ്. ഇന്ന് നമുക്ക് പാൽപ്പൊടി കൊണ്ട് എങ്ങനെയാണ് മിൽക്ക് മെയ്ഡ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതോടൊപ്പം കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് അമർത്തണം കേട്ടോ. അപ്പോൾ കാണുന്ന ഓൾ എന്ന ഓപ്ഷനും ക്ലിക്ക് ചെയ്യണേ. എങ്കിൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ മിൽക്ക് മെയ്ഡ് ഉണ്ടാക്കാനായിട്ട് 1 കപ്പ് പാൽപ്പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പൊ അത് നമുക്കൊരു പാനിലോട്ട് ഇട്ട് കൊടുക്കാം. 1 കപ്പ് എന്ന് പറഞ്ഞാൽ 250 ml കപ്പാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് വേണ്ടത് 1/2 കപ്പ് തിളപ്പിച്ച പാലാണ്. അപ്പൊ ചൂടോട് കൂടി വേണം കേട്ടോ ഈ പാൽപ്പൊടിയിലോട്ട് ചേർക്കാൻ. എന്നാലാണ് പാൽപ്പൊടി നന്നായിട്ട് മിക്സ് ആയി വരിക. ഇനി പാൽപ്പൊടിയും പാലും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. കട്ടയൊന്നും കൂടാതെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഇനിയിപ്പോൾ കട്ടയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മളത് റെഡിയാക്കി കഴിയുമ്പോൾ മിക്സിയുടെ ജാറിലിട്ടൊന്ന് അടിക്കേണ്ടി വരും. അപ്പൊ അതിനേക്കാളും കട്ട കൂടാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് നല്ലത്. ഇനി ഇതിലോട്ട് 1/4 കപ്പ് പഞ്ചസാര ചേർക്കാം. പൊടിച്ച പഞ്ചസാര വേണമെങ്കിലും ചേർക്കാം കേട്ടോ. അങ്ങനെയാണെങ്കിൽ പഞ്ചസാര പെട്ടെന്ന് മെൽറ്റായി വന്നോളും. അപ്പൊ പഞ്ചസാര ചേർത്തിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ളത് നെയ്യാണ്. അപ്പൊ ഞാനിവിടെ 2 ടീസ്പൂൺ നെയ്യാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പൊ നമ്മുടെ പാൽപ്പൊടി കൊണ്ടൊക്കെ മിൽക്ക് മെയ്ഡ് ഉണ്ടാക്കുമ്പോൾ നെയ്യ് എന്താണെങ്കിലും ചേർക്കണം. എന്നാൽ മാത്രമേ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന മിൽക്ക് മെയ്ഡിന്റെ ഒക്കെ ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പൊ നമുക്ക് ഇതൊന്ന് അടുപ്പിൽ വെച്ചിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. ലോ ഫ്ലെയിമിലിട്ട് വേണം ഇതൊന്ന് ചൂടാക്കാൻ. വെറും 2 മിനിറ്റ് മതി കേട്ടോ. അപ്പോഴേക്കും നമ്മൾ ചേർത്തിട്ടുള്ള പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റായി വരും. അപ്പൊ നമ്മുടെ മിൽക്ക് മെയ്ഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, ഈ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. തണുത്ത് കഴിയുമ്പോൾ ഇത് വീണ്ടും തിക്കാവും. അപ്പൊ നമുക്ക് ചൂടോട് കൂടി തന്നെ ഇതൊരു ബൗളിലോട്ട് മാറ്റാം. ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതി കേട്ടോ. അപ്പൊ എത്ര കാലം വേണമെങ്കിലും കേടുകൂടാതിരിക്കും. അപ്പോൾ പാൽപ്പൊടി ഉപയോഗിച്ചിട്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മിൽക്ക് മെയ്ഡാണിത്. അപ്പൊ നമ്മൾ സാധാരണ ഒരുപാട് വില കൊടുത്തിട്ടൊക്കെയാണ് മിൽക്ക് മെയ്ഡ് വാങ്ങാറ്. അപ്പൊ ഇനി മുതൽ വലിയ വില കൊടുത്തിട്ടൊന്നും വാങ്ങേണ്ട. പാൽപ്പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കിയാൽ മതി. മിൽക്ക് മെയ്ഡിന്റെ അതേ ടേസ്റ്റ് ആണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പൊ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അതുപോലെ കമന്റും കൂടി ചെയ്യണം കേട്ടോ. അപ്പൊ നാളെ നല്ലൊരു റെസിപ്പീസുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്